എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ എലിയാസർ അതിനിടയ്ക്ക് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പഠിച്ചു, ഹാബേല്, ഹാനോക്ക്, നോഹ, ഇവരെ കുറിച്ചൊക്കെ നമുക്ക് നോക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഇനി അതിന്റെ അബ്രഹാമിനോട് ചേർത്ത് തന്നെ അബ്രഹാമിന്റെ ഭാര്യയാകുന്ന സാറയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് നമുക്കത് മാറ്റി നിർത്താൻ ഒട്ടും പറ്റത്തില്ല. സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം ആയിട്ടുള്ള ദൂത് നമുക്ക് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ എടുക്കുന്നൊരു വിഷയമാ സാറ എന്നുള്ളത്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഈ ഒരൊറ്റ വാക്യമേ സാറയെ കുറിച്ച് പറയുന്നുള്ളൂ അവിടെ. എന്നാല് ഈ വളരെ കുറച്ച് സാറയെ കുറിച്ച് തിരുവചനം പ്രതിപാദിക്കുന്നുള്ളൂ ഉൽപ്പത്തി പുസ്തകത്തിലാണെങ്കിലും. ഇവിടെ നമ്മൾ വായിച്ച് വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ, അപ്പൊ സാറയും, അപ്പൊ അബ്രഹാമിനോടൊപ്പം തന്നെ ഒഴുകിയ ഒരു സാറയെ കുറിച്ച് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ല, സാറ വേറിട്ട് നിൽക്കുകയല്ല. അതുകൊണ്ട് എന്തു പറ്റി? അവൾ ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതെ, അബ്രഹാമിനോട് ചേർന്ന് നിന്നതുകൊണ്ട്, വാഗ്ദത്തത്തിൽ വിശ്വസിച്ചത് കൊണ്ട്, ദൈവം വിശ്വസ്തനെന്ന് അവൾ എണ്ണിയത് കൊണ്ട് അവൾക്ക് ലഭിച്ചത് എന്താണ്? പുത്രോത്പാദനത്തിനുള്ള ശക്തി. നമ്മളൊന്ന് ഓർക്കണം, പുത്രോത്പാദനത്തിനുള്ള ശക്തി എന്ന് പറയുമ്പോൾ ഒരു ഇസഹാക്കിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുന്നില്ല. അത് ഇസഹാക്കിൽ കൂടി വരുവാനിരിക്കുന്ന മശിഹായിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സാറയുടെ വിശ്വാസത്തിൽ കൂടി വ്യാപരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാറയുടെ ജീവിതത്തെ നമ്മൾ എടുത്താൽ, ആകെ കൂടെ സാറയുടെ ജീവിതത്തെ നമുക്ക് തിരുവചനത്തിൽ തന്നിരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, സാറയെ കുറിച്ച് സാറ ധാരാളം ജീവിതത്തിന്റെ വളരെ തിക്തമായ അനുഭവങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ സാറയുടെ ജീവിതത്തിന്റെ ഇക്വിലിബ്രിയം, തന്റെ ജീവിതത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സാറയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു സാറയുടെ ജീവിതത്തിൽ. ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണത്. ബാലൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ, ഭവനത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, അതെ, നമ്മളുടെ അത് ഒരുപോലെ കൊണ്ടുപോകുവാൻ, ബുദ്ധിയോടെ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു വലിയ പരാജയമായിട്ട് തീരും. സാറയുടെ ജീവിതത്തിൽ സാറയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഒരു പ്ലസ് പോയിന്റ്, സാറയുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഒരു രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷീ കുഡ് മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം ഇൻ ഹെർ ലൈഫ്. അവളുടെ ജീവിതത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവൾക്ക് ഇടയായിട്ട് തീർന്നു. അത് നിമിത്തം എന്താണ്? എല്ലാ പരീക്ഷകളുടെ നടുവിലും, പ്രതിസന്ധികളുടെ നടുവിലും, ശൂന്യതകളുടെ നടുവിലും അതൊരു പോസിറ്റീവ് അപ്രോച്ചായിട്ട്, അതെ, അതിന്റെ മേലെ ജയമെടുക്കത്തക്കവണ്ണം സാറയ്ക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞു നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലൊക്കെയും അപ്രകാരമുള്ള അവസ്ഥകൾ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ഞാനങ്ങ് സഹിച്ചു, ജീവിതത്തിൽ ഒരുപാട് ഞാൻ കഷ്ടത സഹിച്ചു എന്നുള്ളത് കൊണ്ട് ജീവിക്കുന്നത് വരുന്നില്ല. അപ്പോൾ കഷ്ടതയാകും ജീവിതത്തിന്റെ ആകത്തുകയുടെ ഒരു ഹെഡിങ് കൊടുത്താൽ കഷ്ടത, അല്ലെങ്കിൽ സഹനം, എൻഡ്യൂറൻസ് എന്ന് വരും. അപ്പോൾ ധാരാളം പേര്, സോ മെനി പീപ്പിൾ ആർ എൻഡ്യൂറിങ് ബട്ട് ദേ ആർ നോട്ട് ലിവിങ്. അവർ ജീവിക്കുന്നില്ല, സഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ സാറയുടെ ജീവിതത്തിൽ അങ്ങനല്ല. അവള് സഹിച്ചത് അനുസരിച്ച് അത് സഹനം അവളുടെ ജീവിതമായിട്ട് തീർന്നു. അതുകൊണ്ട് അവൾ ജീവിച്ചു. അബ്രഹാമും സാറയും അതുകൊണ്ട് ഒരു ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിന്റെ വെളിച്ചത്തില് കർത്താവ് യേശു ക്രിസ്തു, അതെ, ലാസറിന്റെ കല്ലറയ്ക്കൽ വരുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 25-26 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാ പറയുന്നത്. യേശു പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കണ്ടപ്പോ മരിക്കത്തക്കവണ്ണം, മരണത്തിൽ കൂടി കടന്നു പോകത്തക്കവണ്ണമുള്ള ഒരു അനുഭവം ഉള്ളവരുടെയും ജീവിതത്തെ കുറിച്ച് യേശു പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവർ ജീവിക്കും. മരണം ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ജീവിക്കുമെന്ന് യേശു പറയുന്നു. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഈ വചനം സാറയുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ അന്വർത്ഥമായിരുന്നു.
അത് മരണതുല്യമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയിട്ടും അവൾ മരിച്ചില്ല. മരണതുല്യമായ മരണതുല്യമായ അനുഭവങ്ങൾ ജീവിതത്തെ കാർന്നു നിന്നപ്പോഴും അവൾ ജീവിച്ചു എന്നുള്ളത്. C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറയുന്ന ഒരു ഉപദേശം എല്ലാവരോടും പറയുന്നത് എന്താണ്? If one can is to stop regarding all the unpleasant things as the interruptions of one's own or the real life. ഈ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങളും ജീവിതത്തിന്റെ തടസ്സങ്ങൾ അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഒരു തടസ്സമായിട്ട് നമ്മൾ എടുക്കരുത്. അത് നമ്മുടെ ജീവനായിട്ട് എടുക്കണം, അത് നമ്മുടെ ജീവിതമായിട്ട് എടുക്കണം, അത് നമ്മുടെ ജീവിതത്തിന് ഒരു ബൂസ്റ്റ് ആയിട്ട് എടുക്കണം, അത് നമ്മളെ മുൻപോട്ട് വീണ്ടും ജീവിക്കുവാനുള്ള ഒരു പ്രേരണയായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഇന്ററപ്ഷൻസ് കൊണ്ട് നമ്മൾ നിന്നു പോകുന്നവരല്ല, ഇന്ററപ്ഷൻസ് കൊണ്ട് നമ്മുടെ ജീവിതം തളർന്നു പോകുന്നതല്ല. പിന്നെ ഇന്ററപ്ഷൻസ് അൺപ്ലസന്റ് തിങ്സ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കണം. കാരണം മറ്റൊന്നുമല്ല, ക്രിസ്തു നമ്മുടെ അകത്തുള്ളത് കൊണ്ട്. സാറയെ സംബന്ധിച്ച് നമ്മൾ സാറയുടെ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സാറയുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. അവള് മച്ചിയായിരുന്നു. ഷീ വെന്റ് ത്രൂ ബാരൻനെസ്. രണ്ടാമത് അവളിൽ ദേശാടന നാടോടികളെ പോലെ നടക്കേണ്ടതായിട്ട് വന്നു. ഷീ വാസ് ലൈക്ക് എ ജിപ്സി, എ വാണ്ടറർ. ഭർത്താവ് പോകുന്നിടത്തെല്ലാം പോവണ്ടേ? പിന്നെ സ്ത്രീകളുടേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ട്. ഓർത്തു നോക്കണം, ആ വീട് വിട്ടിറങ്ങുന്ന ഒരു യാത്രയില് ആ സാറയുടെ ഒരു അനുഭവം പേഴ്സണലായിട്ട് നമ്മളൊരു സ്ത്രീയെ എടുത്തു കഴിയുമ്പോൾ ഒരു പുരുഷൻ യാത്ര ചെയ്യുന്നത് പോലെ അല്ല ഒരു സ്ത്രീ. സോ ഷീ വാസ് ഒരു വാണ്ടറായിട്ട്, ഒരു ജിപ്സിയെ പോലെ, ഒരു നാടോടിയെ പോലെ നടക്കേണ്ട അനുഭവങ്ങൾ സാറയുടെ ജീവിതത്തിലുണ്ടായി. അതും കഴിഞ്ഞിട്ട് പിന്നെന്ത് പറ്റി? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് സാറയെ വിളിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഭർത്താവ് പറഞ്ഞതിനനുസരിച്ച് ഭർത്താവ് കള്ളം പറഞ്ഞ് ഇവളെന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ സുന്ദരിയാണെന്ന് കണ്ടിട്ട് മിസ്രൈമ്യരുടെ ദേശത്ത് നിന്ന് ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. ഒരു സ്ത്രീയുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന വിചാരങ്ങൾ നിങ്ങൾ അതൊന്ന് ഇമാജിൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. വീട് വിട്ടിറങ്ങി, കംഫർട്ടബിൾ സോണൊക്കെ വിട്ടിറങ്ങി, അതിന്റെ കൂടെ മക്കളില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു രാജാവിന്റെ മുറിയിൽ കയറി പോകേണ്ടതായിട്ട് വരുന്നു. അതിനുശേഷം മറ്റൊരു കാര്യം, ഭർത്താവ് യുദ്ധത്തിന് പോകുന്ന അനുഭവങ്ങളുണ്ട്. അബ്രഹാം ലോത്തിനെ രക്ഷിക്കാനായിട്ട് യുദ്ധത്തിന് പോകുന്നു. തന്റെ വീട്ടിൽ അഭ്യസിച്ച ആൾക്കാരുമായിട്ട് ഏകദേശം 300 ചില്ലുവാന ആൾക്കാരുമായിട്ട് ലോത്ത് ശത്രുക്കളാൽ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവരെ രക്ഷിക്കേണ്ടതിനായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്നു. ഒരു ഭർത്താവ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പിറകിൽ ഭവനത്തിലിരിക്കുന്ന ഭാര്യയുടെ ഹൃദയത്തിനകത്തെ അങ്കലാപ്പ് എന്തായിരിക്കും? തിരിച്ചു വരുമോ, വരാതിരിക്കുമോ, എന്തായിരിക്കും യുദ്ധക്കളരിയിൽ സംഭവിക്കുന്നത്? ഒന്നും അവർക്കറിയില്ല. അപ്പോൾ ഇത്തരമുള്ള ഭയാനകമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനിൽ കൂടെ ഈ സാറ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ശൂന്യത, ഒറ്റിക്കൊടുക്കല്, അതെ, മറ്റുള്ളവരുടെ സൗകര്യത്തിനനുസരിച്ച് തന്നെ തന്നെ ഒരുക്കിയെടുക്കണം, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട്, കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട്, ഇതിലൊക്കെ കൂടെ സാറൊക്കെ കടന്നു വരേണ്ടതായിട്ട് വന്നു. പക്ഷെങ്കിൽ അതെല്ലാം ആ സാഹചര്യങ്ങളിലൊക്കെ അവളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് നിർത്തി. അവൾ ഡിപ്രഷനിലോട്ടൊന്നും പോയില്ല, അവൾ മനോരോഗിയായിട്ട് തീർന്നില്ല. കാരണം മറ്റൊന്നുമല്ല, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസിച്ചതുകൊണ്ട്. പലപ്പോഴും സാറയുടെ ജീവിതത്തിൽ സാറ അതുകൊണ്ടൊരു തെറ്റും കുറ്റവും ഒന്നും ഇല്ലാത്തൊരു പൂർണ്ണ വനിതയായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവൾ വിശ്വാസത്തിൽ തളർന്നുപോയ അവസരങ്ങളുണ്ട്, വിശ്വാസമില്ലാതെ അവൾ ചിരിച്ച അവസരങ്ങളുണ്ട്. കൂടാരത്തിൽ സാറ ചിരിച്ചു. എന്തിനാ സാറ ചിരിക്കുന്നതെന്ന് വന്ന ദൂതന്മാര് ചോദിച്ചു. എന്നാൽ സാറ ചിരിച്ചു, ഇത് സംഭവിക്കുമോ, ഈ മച്ചിയായി എനിക്കിത് സംഭവിക്കുമോ എന്നോർത്ത് സാറ ചിരിക്കുന്നു. എന്നാൽ സാറയെ വീണ്ടും വാഗ്ദത്തം കൊടുത്ത് ഉറപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നു. സാറയുടെ വിശ്വാസത്തിൽ കുറവ് മൂലം സാറ ചില തീരുമാനങ്ങളും എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ കുടുംബ ജീവിതത്തില് തന്റെ വിശ്വാസം പോരാതെ വന്നു. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കാൻ സാറയുടെ വിശ്വാസം ഇനഫായില്ല. സാറയ്ക്കപ്പോഴ് ഷി വാസ് നോട്ട് ഹാവിംഗ് ദാറ്റ് ഇനഫ് ഫെയ്ത്ത്. അപ്പോഴെന്ത് പറ്റി? അപ്പൊ അതെന്താ? ലാക്ക് ഓഫ് ഫെയ്ത്ത് അല്ലേ? ഫെയ്ത്ത് ഇല്ലാത്തൊരവസ്ഥ സാറയ്ക്ക് ഉണ്ടാകുന്നു. അപ്പോഴാണ് ഹാഗാർ രംഗത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, സാറയുടെ തന്നെ തീരുമാനത്തിൽ സാറ ഇതൊക്കെ ചെയ്തു, വിശ്വാസത്തിലൊക്കെ തളർന്നുപോയി. പക്ഷെങ്കിൽ ഷീ വാസ് ബോൾഡ് ഇനഫ് ടു കറക്റ്റ് ഹെർ ആക്ഷൻ. സാറ അന്നെടുത്ത തീരുമാനത്തെ കറക്റ്റ് ചെയ്യാൻ സാറയ്ക്ക് അതിനുള്ള ധൈര്യമുണ്ടായി.
ഒരിക്കലൊന്ന് പറഞ്ഞത് ശരിയാണെന്ന് മരിക്കുന്നിടം വരെ പറഞ്ഞ് ഉറപ്പിച്ച് അതിന് ന്യായീകരണവും നീതീകരണവും കൊണ്ടുവന്ന് നിൽക്കാൻ ഏറ്റവും സമർത്ഥരാ നിങ്ങളും. ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയാ പറയുന്നത്. നമുക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നമുക്ക് തയ്യാറല്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഇതുകൊണ്ടാ പറഞ്ഞത്. എന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമ്മളതിന് 100ന് 101 റീസൺസ് നമ്മൾ കണ്ടുപിടിക്കും. സാറയുടെ ജീവിതം ഓർത്ത് നോക്കി, സാറ് തന്നെയാ ഹാഗാറിനെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം സാറ് തന്നെ പറഞ്ഞു നമുക്കിത് വേണ്ട. അതിനെ തിരുത്തുന്ന ഒരു സാറെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോഴൊന്ന് ഓർത്തു നോക്കി, ആ സാറയുടെ താഴ്മ, വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവം, അതെ, ആരുടെ മുമ്പിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടിയിട്ട്, ദൈവഹിതത്തിന് വേണ്ടിയിട്ട് എന്ത് കറക്ഷനും എടുക്കുവാൻ തയ്യാറുള്ള ഒരു സാറെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. മറ്റൊന്ന്, ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ സാറയുടെ വീട്ടിൽ സ്ട്രഗിളും തുടങ്ങി. സാറയുടെ വീട്ടിലെ ബുദ്ധിമുട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഇസഹാക്കും ഇസ്മായിലും തമ്മിലുള്ള ഇസ്മായിലിന്റെ ഓരോ പെരുമാറ്റങ്ങളെ സൂക്ഷിച്ചു നോക്കുന്ന ഒരു സാറെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അത് സാറയുടെ ഒരു പ്രത്യേകത, ഒരു സ്ത്രീയുടെ പ്രത്യേകതയാണ്. അത് നമുക്ക് സദൃശവാക്യം 28 കാണാൻ സാധിക്കുന്നു. അവൾ അവളുടെ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചു നോക്കുന്നു. പുരുഷന്മാർ അത്ര ശ്രദ്ധിക്കത്തൊന്നുമില്ല. അവരുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലാണ്. ഭവനത്തെ എങ്ങനെ റൺ ചെയ്യണം, അതിന്റെ ഫൈനാൻസായി, അതിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെയാണ്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് 28-ാമത്തെ അധ്യായം പ്രൊവേഴ്സിൽ പറയുന്നു, തന്റെ വീട്ടുകാരുടെ പെരുമാറ്റം അവൾ ശ്രദ്ധിച്ചു നോക്കുന്നു. എന്താ എന്റെ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് എവിടെയാ, എന്താ ഇവൻ ചെയ്യുന്നത്, പാത്തിരുന്നിട്ടൊക്കെ എന്താ കാണിക്കുന്നത്, അതേ ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്താണ്, ഇതിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ, പെരുമാറ്റത്തെ ശ്രദ്ധിച്ചു നോക്കുവാൻ അതെ വരം ലഭിച്ച ഒരുത്തിയായി ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അത് സാറയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സാറ ശ്രദ്ധിച്ചു. ഇസ്മായിൽ പലപ്പോഴും ഇസഹാക്കിന്റെ നേരെ പോരുകുത്തുന്നത്. അബ്രഹാമിന് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. അബ്രഹാമിന് ഒരു കംപ്ലൈന്റും ഇല്ല. എന്നാൽ സാറയ്ക്ക് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നി. പലപ്പോഴും നമുക്കിതൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ കാണും. അവർക്ക് ഭയങ്കര ഈസി. അതൊക്കെ നമ്മൾ പറയുമ്പോഴൊന്നും അവർക്കൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷെങ്കിൽ സാറെ അതിനൊരു മുൻതൂക്കം കൊടുത്തിട്ട് എടുത്തു. ഇത് ശരിയാവത്തില്ല, കാര്യം ശരിയാ, ഞാൻ അന്ന് പറഞ്ഞൊരു തീരുമാനം കൊണ്ട്, ഉപദേശിച്ചു തന്നൊരു ഉപദേശം കൊണ്ട് ഇതൊക്കെ വന്ന് സംഭവിച്ചത്. പക്ഷെങ്കിൽ ഇന്ന് തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് സാറ പറയുന്നു, സ്ത്രീയെയും മകനെയും പുറത്താക്കണം. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, അവള് പറയുന്നത് നീ കേൾക്കണം എന്ന് പറഞ്ഞു. നോക്കണം, അപ്പോൾ നമ്മൾ ആ ഒരു തിരുത്തലിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവിടെ ഇടപെടുക. അപ്പോൾ ദൈവം അതിന്റെ കൺവിക്ഷൻ കൊടുക്കുക. ദൈവം കൂടെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. സാറയുടെ കൂടെ ദൈവം നിൽക്കുന്നു. അവൾ വിശ്വാസം ഇല്ലാതെ പലതും ആക്ഷൻ എടുത്തു എങ്കിലും ദൈവം തള്ളിക്കളയുന്നില്ല. അവൾ അതിനെ തിരുത്താൻ തയ്യാറാകുമ്പോൾ ദൈവം അതിന്റെ ഇടയിലേക്ക് വന്നു നിൽക്കുന്നു. അതിനായിട്ട് അവളെ സഹായിക്കുന്നു, അതിനായിട്ട് അവളെ ബലപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അത് സാറ കടന്നുപോയ ഒരു അവസ്ഥ നമുക്ക് കാണാം. പക്ഷെങ്കില് അതുകൊണ്ട് എന്താ സാറ ശരിക്കും ചെയ്തത്? വാട്ട് ഷീ അക്കംപ്ലിഷ്ഡ്. അതുകൊണ്ട് ഒരു വലിയ ഒരു ധനമാ അത് ചരിത്രത്തിന് തന്നെ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ സാറയ്ക്ക് കൊയ്തെടുക്കാൻ കഴിഞ്ഞത്. അപ്രകാരം ഒരു തീരുമാനം എടുത്തത് കൊണ്ട്, ഇതെല്ലാം ഈ സ്ട്രഗിളിൽ കൂടെ ഒക്കെ പോയത് കൊണ്ട്, ഷീ വാസ് ഫുൾഫില്ലിംഗ് ദ പ്ലാൻ ഓഫ് മസായ. കർത്താവ് യേശു ക്രിസ്തു ആ ഇസഹാക്കിന്റെ ജിനിയോളജിയിൽ വരത്തക്കവണ്ണം ഉള്ള പാതകളെ, വഴികളെ സാറ ഒരുക്കിയെടുക്കുമായിരുന്നു. ഇത്രയും സ്ട്രഗിളിൽ കൂടെ ചില തീരുമാനങ്ങൾ ശരിയെ തെറ്റെന്ന് പിന്നെ പറഞ്ഞ് ഒക്കെയും തിരുത്തിയെടുത്ത് തന്റെ ഈഗോയൊക്കെ ഒടിച്ച് മടക്കി മാറ്റി വെക്കേണ്ടതായിട്ടൊക്കെ വന്നപ്പോഴേ സാറ ചെയ്തത് എന്താ? ശരിക്കും അതെ, ഇസഹാക്കിന്റെ ജീനിയോളജി കൂടെ, ഇസഹാക്കിൽ കൂടി കടന്നു വരുന്ന ഒരു മശിഹായ്ക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ സാറയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആഴമായിട്ട്, നമ്മുടെ കയ്യിലുള്ള ചുരുക്കം വാക്യങ്ങളിൽ കൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം 23-ാമത്തെ അധ്യായത്തില് സാറ മരിക്കുന്നു. സാറ മരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാം. അങ്ങനെ എല്ലാ ജീവിതത്തിലും സാറ മരിക്കുമ്പോൾ അവിടെ എന്താ? ഉൽപ്പത്തി 23 1-2 വാക്യങ്ങൾ, ജെനസിസ് ചാപ്റ്റർ 23 വേഴ്സ് 1 and 2 ഇങ്ങനെ വായിക്കുന്നത്: സാറയ്ക്ക് 127 വയസ്സ് ആയിരുന്നു. സാറയ്ക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറയുടെ ആയുഷ്കാലം. സാറ കനാൻ ദേശത്തെ ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ വെച്ച് മരിച്ചു. അബ്രഹാം സാറയെ കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു. പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു.
അപ്പോൾ അവിടെ അബ്രഹാമിനെ കുറിച്ചും സാറയെ കുറിച്ചും നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഇന്നത്തെ പോർഷൻ സാറയാണല്ലോ. അപ്പോൾ സാറയെ കുറിച്ച് നമ്മൾ പറയുന്നത്, സാറ പിന്നീട് എന്തായിരുന്നു, ദൈവസന്നിധിയിൽ അവൾ കാത്തിരുന്ന് അവളുടെ ദൈവത്തിന്റെ വാഗ്ദത്തം അവൾ പ്രാപിച്ചു എന്നാണ് നമ്മളെ എബ്രായർ 11:11 വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാറ മുഖാന്തരം ഒരു ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തീരുന്നു. അങ്ങനെ പല സ്ത്രീകളും നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നു. പിന്നെ ബത്ശേബ, ദാവീദിന്റെ ഭാര്യയെ ബത്ശേബ ശലോമോനെ ആക്കുമെന്ന് ദാവീദ് അവിടെ വാക്ക് പറഞ്ഞു. പക്ഷെങ്കില് മറ്റൊരു പുത്രൻ അതിന്റെ ഇടയിലേക്ക് കയറി വരുമ്പോൾ ബത്ശേബ വളരെ ബുദ്ധിയോടുകൂടെ രാജാവിന്റെ ചെങ്കോലിന്റെ മുമ്പിൽ കടന്നു എന്നിട്ട് രാജാവ് നേരത്തെ പറഞ്ഞുറപ്പിച്ച കാര്യത്തെ ഉണർത്തിച്ച് അങ്ങനെ ശലോമോനെ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു സ്ത്രീയുടെ എഫർട്ടാ പറഞ്ഞു വരുന്നത്, ഒരു സ്ത്രീയുടെ ധൈര്യം. അത് തന്നെയാണ് സാറ ഇവിടെ ചെയ്യുന്നത്. ഒരു ശമര്യക്കാരത്തെ സ്ത്രീയുടെ ധൈര്യം, ഒരു ശമര്യക്കാരത്തെ സ്ത്രീയുടെ വിശ്വാസം, ഒരു ശമര്യക്കാരത്തെ സ്ത്രീയുടെ ഉത്സാഹം, അതെ ആ ശമര്യ പട്ടണം മുഴുവൻ നേടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. സ്ത്രീകളാകുന്ന നമ്മളാരും നമ്മളെക്കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളാരും വില കുറഞ്ഞവരല്ല. വലിയ വലിയ ദൈവദാസന്മാരൊക്കെ പുൾപിറ്റിൽ നിന്ന് സംസാരിക്കും. പക്ഷെങ്കില് നമ്മൾ ചെയ്യുന്നത് അതുപോലെ അതിനേക്കാൾ ഒട്ടും കുറഞ്ഞതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറുതാണെങ്കിലും ഒരാളെ ഉള്ളെങ്കിലും ഒരാളോട് പറയുന്ന സുവിശേഷമാണെങ്കിലും അതെ അതിനോട് തുല്യമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ സാറയുടെ ക്വാളിറ്റീസിനെ കുറിച്ച്, സാറ കടന്നുപോയ ചില അവസ്ഥകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സാറയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ക്യാരക്ടർ ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ്. അവളുടെ സ്വഭാവത്തിലും അവൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു, അവളുടെ ഫിസിക്കും അവൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്വഭാവം ബ്യൂട്ടിഫുൾ ആകുമ്പോഴാണ് ഫിസിക്കലിയും ആ ബ്യൂട്ടി പുറത്തു വരുന്നത്. അകത്ത് തകർന്നതും ഉടഞ്ഞതും പാവം നിറഞ്ഞതുമായിട്ടുള്ള ക്യാരക്ടർ ആണ് എങ്കിൽ അവരുടെ പുറത്ത് അവരുടെ കണ്ണുകളിലും അത് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങളിൽ മിസ്രൈമില് ഈ അബ്രഹാമും സാറയും കൂടെ അവർ കൂട്ടമായിട്ട് വരുന്ന കണ്ടപ്പോൾ അവര് പറഞ്ഞ വാക്കാ, ശത്രുവാളയം പറഞ്ഞ വാക്കാണ്. എന്താണ്? ഉൽപ്പത്തി 12:11 ഇങ്ങനെയാ പറയുന്നത്, മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാറയോട് പറഞ്ഞു, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും എന്ന് അബ്രഹാം പറഞ്ഞു. അപ്പോൾ അബ്രഹാമിന്റെ കണ്ണിൽ മാത്രമല്ലായിരുന്നു അവള് സൗന്ദര്യമുള്ളവള്, അത് ശത്രു നോക്കുമ്പോഴും ഇവളുടെ സൗന്ദര്യം അത്രയ്ക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. 14-ാം വാക്യത്തില്, അപ്പോൾ അബ്രഹാം മിസ്രൈമിലെത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് ആര് കണ്ടു? മിസ്രൈമ്യർ കണ്ടു സ്ത്രീ അതിസുന്ദരി എന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നു ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ക്യാരക്ടർ ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ്. രണ്ടിലും അതേ സാറ മുൻപന്തിയിൽ നിന്നിരുന്നു. അവളുടെ അകത്തെയുള്ള സൗന്ദര്യം അതേ പുറത്ത് പ്രദർശിക്കപ്പെട്ടിരുന്നു. അകത്ത് കയ്പുണ്ടെങ്കിൽ പുറത്ത് മുഖത്തോട്ട് നോക്കുമ്പോഴും കയ്പ്, അകത്ത് ഡിസ്കറേജ്മെന്റ് ആണെങ്കിൽ പുറത്ത് അതെ ആ വ്യക്തിയോട് സംസാരിക്കുന്നവരൊക്കെ തന്നെ ഡിസ്കറേജ്ഡ് ആയി തീരും. അകത്ത് ഡിപ്രഷനുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ ആ സംസാരിക്കുന്ന വ്യക്തിയൊക്കെ ഡിപ്രഷനിലോട്ട് തന്നെ കടന്നു പോകും. ഇന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കണം. ആർ വി ബ്യൂട്ടിഫുൾ ഇൻ ക്യാരക്ടർ? നമ്മുടെ അകത്തെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളുടെ അകത്തുണ്ടെങ്കിൽ അത് പുറത്തും അത് പ്രതിഫലിക്കാൻ ഇടയായിട്ട് തീരും. നമ്മുടെ തൊലിപ്പുറത്തെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇടപെടുന്ന വ്യക്തികൾക്ക് അത് കാണാനായിട്ട് ഇടയായിട്ട് തീരും. അതുപോലെ തന്നെ ഉൽപ്പത്തി 20-ാമത്തെ അധ്യായത്തിൽ ഗേരാർ രാജാവായ അബീമേലേക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. നോക്കണം, പുറത്തുള്ള ജാതികളായുള്ളവര് പോലും സാറയുടെ ആ സൗന്ദര്യം, സാറയ്ക്ക് അന്ന് 90 വയസ്സുണ്ട്. ആ 90 വയസ്സുണ്ട് ഈ ഗെറാർ രാജാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഉൽപ്പത്തി 20 വരുമ്പോഴത്തേന് അന്നും അവളെ എന്ത് ചെയ്യുന്നു? അവളെ സൗന്ദര്യവതി എന്ന് കണ്ടിട്ട് അവളെ രാജാവ് ആളയച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് പത്രോസ് അപ്പോസ്തലന് പറയുന്നത് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ കുറിച്ച്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണല്ലേ. നിങ്ങളുടെ അലങ്കാരം, തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. ഇത് മറ്റ് ഡോക്ടറിനൊന്നും അല്ല. ഇത് മനുഷ്യന്റെ ഉള്ളിലുള്ള സൗന്ദര്യത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്താണ് പിന്നെ സൗന്ദര്യം?
സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഇന്നർ മനുഷ്യൻ, ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ് എന്നിവിടെ പറയുന്നു. അപ്പോൾ അവിടെയാണ് സാറയെ കുറിച്ച് കോട്ട് ചെയ്യുന്നു പത്രോസ് അപ്പോസ്തലനെ. ഇങ്ങനെ അല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന, ഞാൻ വായിക്കുന്നത് 1 Peter chapter 3:3-6. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറയെ കുറിച്ച് അവിടെ പറയുന്നു, അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു, നന്മ ചെയ്തു, യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീരും. നമ്മൾ സാറയുടെ മക്കളായി തീരുമെന്ന് പറയും. നമ്മൾ അബ്രഹാമിന്റെ മക്കളെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ പറയുന്നു നമ്മൾ സാറയുടെ മക്കളായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ, അപ്പോൾ സാറയുടെ ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. അവൾ നന്മ ചെയ്തു, ഒരു ഭീഷണി അവൾ ഭയന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇവള് ഫറവോന്റെ കൊട്ടാരത്തിലും ഗെരാർ രാജാവ് പിടിച്ചുകൊണ്ട് പോയപ്പോഴും ഇവളുടെ ഉള്ളിൽ കൂടി മറിഞ്ഞു വന്ന കാര്യം എന്താ? സ്വന്തം ഭർത്താവ് വെളിയിൽ നിൽക്കുന്നു, അവള് ഭീഷണി ഭയന്നില്ല. അവൾ ഭീഷണി പേടിക്കാതിരുന്ന് ദൈവത്തെ അവൾ വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചതിന്റെ കൂടെ തന്നെ അവളും വിശ്വസിച്ചു. ഞങ്ങളെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണെന്ന്. വിട്ടിറങ്ങാൻ പറഞ്ഞപ്പോൾ അത് അബ്രഹാം മാത്രമല്ല, ആ ശബ്ദത്തിന്റെ ഓരോഹരി സാറയും കേട്ടു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവൾ ഭീഷണി ഒന്നും ഭയന്നു പോയില്ല. അടുത്തത് സാറയുടെ ജീവിതത്തിൽ ഷി വാസ് എ കോ ഈക്വൽ ഇൻ ദ കവനന്റൽ പ്രോമിസ്. പിന്നെ അബ്രഹാമിന് ദൈവം ഉടമ്പടിയും അതിനോട് ചേർത്ത് വാഗ്ദത്തങ്ങളും കൊടുത്തു. ഉൽപ്പത്തി 15 അബ്രഹാമിന് ഉടമ്പടി കൊടുക്കുന്നു. 17-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ പേര് മാറ്റി അബ്രഹാം ആക്കി. 15-ാമത്തെ വാക്യത്തിൽ സാറയുടെ പേര് മാറ്റി സാറായി എന്നാക്കി. നോക്കണം, അപ്പോൾ അബ്രഹാമിനോട് ദൈവം ചെയ്യുന്നതിന് എല്ലാം ഒരു പാട്ടേക്കറാണ് ആര്? ഈ സാറ് കോ ഈക്വൽ ഇൻ കവനന്റ് ആൻഡ് പ്രോമിസ്. ഉടമ്പടിക്കും സാറ ഭാഗവാക്കായി, പ്രോമിസസിനും സാറ ഭാഗവാക്കായി. എന്നോട് വേറിട്ട് പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നേ ഇല്ല. ഭർത്താവിനോട് എന്ത് പറഞ്ഞോ അതിന്റെ അതേ പാർട്ട് ആർക്കുണ്ട്? സാറയ്ക്കും ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സാറായി എന്നുള്ള പേരിന്റെ അർത്ഥം പ്രിൻസസ് ടു ഓൾ നേഷൻസ് ഓഫ് ദ വേൾഡ്. അപ്പൊ അബ്രഹാമിനോട് പറയാ, നീ ഇന്ന് തൊട്ട് ഇനി അവളെ ആരാക്കോ? രാജകുമാരി എന്ന് വേണം വിളിക്കാനെന്ന്. അബ്രഹാമിനോട് പറയാം, നീ ഇന്നു മുതൽ അവളെ രാജകുമാരി, പ്രിൻസസ് എന്ന് വേണം വിളിക്കാനായിട്ട് എന്ന്. അപ്പോൾ വാഗ്ദത്തത്തിലും ഉടമ്പടികൾക്കും ഒന്നും നമുക്ക് അതൊന്നും ഇല്ലാതിരുന്ന നമ്മളെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരം നമ്മളെ അതിനെല്ലാം അവകാശികളാക്കി തീർക്കുന്നു. എഫെസ്യർ 2:12-13 അങ്ങനെയല്ലേ വായിക്കുന്നത്? നമ്മൾക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. നോക്കണം, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ദൈവമില്ലാത്തവരുമായിട്ട് നമ്മൾ ലോകത്തിലായിരുന്നു. നമ്മൾ ദൂരസ്ഥരായിരുന്നു. നമ്മളിപ്പോഴെങ്ങനെ സമീപസ്ഥരായി തീർന്നത്? ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നമുക്ക് എന്തൊക്കെയാ ലഭിച്ചത്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമുൽ എന്തൊക്കെയാ ലഭിച്ചത്? ഒന്ന്, ഇസ്രായേൽ പൗരത്വം. നമ്മുടെ പൗരത്വം ഏതാ? നമ്മൾ വി ആർ ദ ഇസ്രായേൽ. വി ആർ നോട്ട് റീപ്ലേസിംഗ് ഇസ്രായേൽ. നമ്മൾ ഒരിക്കലും ഇസ്രായേലിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. ഇവിടെ എഫെസ്യർ 2:12 അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, നമുക്ക് ആ സിറ്റിസൺഷിപ്പേ ഇല്ലായിരുന്നു, പക്ഷെ നമുക്കത് ലഭിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ, അവന്റെ പാതയിൽ നടക്കാനായിട്ട് എന്റെ ചൂടുകളെ വെച്ച് കഴിയുമ്പോൾ, കർത്താവിനെ അറിയുന്നവർ ഒരുപാടുണ്ട്. യേശുവിനെ അറിയാമോ? അറിയാം. ക്രിസ്തീയ വീട്ടിൽ ജനിച്ചു വീണവർക്കൊക്കെ അവരെ പഠിപ്പിച്ചതും അവര് കഴുട്ട് ഒക്കെ അതാ. അതിനെക്കുറിച്ചല്ല പറയുന്നത്. യേശുമായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം. ഇതൊരു റിലിജിയൻ അല്ല, ഇതൊരു റിലേഷൻഷിപ്പാ. ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വി ബിക്കം ഇസ്രായേൽ. നമ്മളൊരു ഇസ്രായേലായിട്ട് തീരും. നമ്മൾ കവനന്റിന് നമ്മൾ പാർട്ടേക്കേഴ്സ് ആയിട്ട് തീരും. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ പാർട്ടേക്കേഴ്സ് ആയിട്ട് തീരും. സാറയ്ക്ക് ഇതെല്ലാം ലഭിച്ചു. അപ്പൊ സാറ ഓൾറെഡി ഇസ്രായേൽ ആയിരുന്നു. സാറയുമായിട്ട് അത് ബന്ധപ്പെടുന്നില്ല. ഇത് നമുക്ക് ഓരോരുത്തർക്കുമാ. എന്നാൽ കവനന്റും ഉടമ്പടിയും പ്രോമിസും എല്ലാം ആർക്ക് ലഭിച്ചു? സാറയ്ക്ക് ലഭിച്ചു. മറ്റൊന്ന്, സാറയ്ക്ക് വേറെ എന്തിനോടായിരുന്നു ഒരു പാർട്ടേക്കറായിട്ട് സാറ ഇരുന്നത്? ഷീ വാസ് കോ ഈക്വൽ ഈവൻ വിത്ത് സർക്കംസിഷൻ.
അബ്രഹാം മാത്രമേ പരിച്ഛേദന ഏറ്റുള്ളൂ ഇല്ലേ? സ്ത്രീകൾക്ക് പരിച്ഛേദന ദൈവം പറഞ്ഞപ്പോ അവിടെ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. എന്നാൽ ഇപ്പോ വളരെ ഈ കാട്ടുജാതിക്കാർ ട്രൈബലിന്റെ അവിടെയൊക്കെ നടക്കുന്നതായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വളരെ ഹീനമായിട്ടുള്ള കാര്യങ്ങള്. അബ്രഹാം സർക്കംസൈസ്ഡ് ആയി വാസ്തവത്തിന് ഉടമയായി തീർന്നു. പിന്നെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ സാറയുടെ കാര്യമോ? അബ്രഹാമിനോട് ചേർന്ന് നിൽക്കുന്ന അവരിനി രണ്ട് ശരീരമല്ല, അവര് രണ്ട് ശരീരമാണെങ്കിൽ അവർ ഒരു ദേഹിയായിട്ട് തീരുന്ന നിമിത്തം അബ്രഹാം ഏറ്റ സർക്കംസിഷൻ നിമിത്തം സാറയും സർക്കംസൈസ്ഡ് എന്ന് കണക്കാക്കുന്നു. സാറയും സർക്കംസൈസ്ഡ് എന്ന് കണക്കാക്കുന്നു. നമുക്ക് കാണാം പുതിയ നിയമത്തിൽ അത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില് അബ്രഹാമിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുമ്പോൾ, അബ്രഹാമിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അബ്രഹാമും സാറയും ഒറ്റ ദേഹമായിട്ട് കഴിയുമ്പോൾ, സകലത്തെയും വിട്ടുപിരിഞ്ഞിട്ട് ഇവർ ക്ലീവ് ടുഗദർ, അവർ പറ്റിയിരിക്കുമ്പോൾ സാറയും കണക്കാക്കുന്ന എന്താണ്? ഷീ ഓൾസോ ബിക്കം co-equal with the circumcision also. കൊലോസ്യർ 2:11 ഇങ്ങനെയാ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ആപ്ലിക്കബിൾ ആകുന്നത്? അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ. അപ്പൊ പരിച്ഛേദന ആർക്കുണ്ടായി? കർത്താവ് യേശു ക്രിസ്തുവിന്. അവൻ ജഡത്തിൽ പരിച്ഛേദന ലഭിച്ചവനായിരുന്നു, അതവിടെ. പക്ഷെങ്കില് കാൽവരി ക്രൂശിലെ അവന്റെ മരണം, അവന്റെ ഓരോ മുറിവുകള്, ഓരോ ആണി തുളഞ്ഞു കയറിയത് അവന്റെ ശരീരത്തിലെ പരിച്ഛേദനയായിരുന്നു. ആ പരിച്ഛേദനയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ ക്രൂശിലേക്ക് നോക്കി നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ കർത്താവിനെ എന്റെ കർത്താവായിട്ട്, ആ യേശുവിനെ എന്റെ കർത്താവായിട്ട്, സാൽവേഷൻ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് തീരുന്നില്ല. യേശുവിനെ കർത്താവായിട്ട് നമ്മൾ വിശ്വസിക്കുക. അവനെ ഞാൻ അനുവദിക്കുക ടു റെയിൻ ഓവർ മൈ ലൈഫ്. എന്റെ ഹൃദയത്തിന്റെ രാജാവായിട്ട് ഇന്നു മുതൽ അവൻ വാഴണം. യേശുവിനെ ആർക്കാ വിശ്വാസമില്ലാത്തത്? മഹാത്മാഗാന്ധിക്കും വിശ്വാസം ഉണ്ടായിരുന്നു. യേശുവിനെ ആർക്കാ അറിയാത്തത്? ലോകത്ത് പലർക്കും അറിയാം യേശുവിനെ. പിന്നെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർക്ക് യേശുവിനെ അറിയാം. അങ്ങനെ ഒരു അറിവാണോ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. യേശുവിനെ കർത്താവായിട്ട്, ടു മേക്ക് ഹിം ആസ് ദ ലോർഡ് ഓവർ മൈ ലൈഫ്, അവനെ എന്റെ ജീവിതത്തിന് റെയിൻ ചെയ്യാനായിട്ട്, റൂൾ ചെയ്യാനായിട്ട്, എന്നോട് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്റെ കർത്താവിനെ അനുവദിക്കുന്നു. അതാണ് രക്ഷ, അതാണ് രക്ഷ. ഇവിടെ പറയുന്നു യേശു ക്രിസ്തുവിന്റെ പരിച്ഛേദനയാല് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ആർക്ക് ലഭിച്ചു? മണവാട്ടിക്കും ലഭിച്ചു, മണവാട്ടിക്കും ലഭിച്ചു. ഇങ്ങനെയാണ് നമുക്കും പരിച്ഛേദന ലഭിച്ചത്. കർത്താവ് യേശു ക്രിസ്തു പരിച്ഛേദനയേറ്റ ക്രിസ്തുവിനെ നോക്കുമ്പോൾ, അവന്റെ മുറിവാകുന്ന പരിച്ഛേദനയിലേക്ക് നോക്കുമ്പോൾ, അതെ, കൈകൊണ്ടല്ലാത്തൊരു പരിച്ഛേദന നമുക്ക് ലഭിച്ചു. സാറ അബ്രഹാമിനോട് ചേർന്ന് നിന്നത് കൊണ്ട് ആ സർക്കംസിഷന്റെ അനുഗ്രഹവും ആ സർക്കംസിഷനിൽ കൂടി കടന്നു വന്ന ഉടമ്പടിയും വാഗ്ദത്തവും ഒക്കെ സാറയ്ക്കും ആപ്ലിക്കബിൾ ആയിരുന്നത് പോലെ ഇന്ന് നമുക്കും അതൊക്കെയും ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന്, സാറ ജീവിതത്തില് അവളുടെ ഭവനത്തിലെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ അവൾ മെയിൻറ്റെയിൻ ചെയ്തു. സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്ത് അടിച്ച് തല്ലി പിരിയാനാണെങ്കിൽ എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹാഗാർ ഇസ്മയിൽ ഉണ്ടായിരുന്നപ്പം വേണമെങ്കിൽ പലതരത്തിൽ അബ്രഹാമിനെ ബ്ലെയിം ചെയ്യാമായിരുന്നു, പിന്നെ സാറെ ഏതെങ്കിലും തരത്തിൽ അകപ്പെടുത്താമായിരുന്നു. പക്ഷെ ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അവള് ആ ഒരു ആത്മീയ അന്തരീക്ഷത്തെ ഭവനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. അവളുടെ മകനെ ഗാർഡ് ചെയ്യുന്നു. ഇസ്മായിലിന്റെ മോക്കറിയിൽ നിന്ന് ഇസ്മായിൽ അവനെ കളിയാക്കുകയും അവനെ തരം താഴ്ത്തുകയും അവനെ അപമാനിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാറെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അത് ഏത് ദുഷ്ടശക്തികളും ആ ഭവനത്തിൽ കടന്നു വന്ന് അവിടെ കയ്യേറാനായിട്ട് സാറ അനുവദിച്ചു കൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് നിമിത്തം എന്താണ്? ദൈവഹിതത്തില്, ദൈവത്തിന്റെ സത്യത്തിൽ നിൽക്കുന്നത് നിമിത്തം ദൈവം സാറയോടുകൂടെ നിൽക്കുന്നതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊന്ന്, സാറ നമുക്ക് വേദോസ്തവത്തിൽ അറിയാം, ഭർത്താവിനെ അവൾ ബഹുമാനിച്ചിരുന്നു. ഷീ റെസ്പെക്റ്റഡ് ഹെർ ഹസ്ബൻഡ്. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, സാറയും അതെ വാഗ്ദത്തത്തിനും എല്ലാത്തിനും അവൾ കൂട്ടവകാശിയായിട്ട് തീർന്നു. ഈ അബ്രഹാമും സാറയും താമസിച്ച് എവിടാണെന്ന് നമുക്കറിയാം, മമ്രയുടെ തോപ്പിൽ, ഹെബ്രോനിൽ. ഈ ഹെബ്രോൻ നമ്മൾ ഭൂപടം ഇപ്പോഴും നോക്കിയാൽ അറിയാം, നിഗവേ മരുഭൂമിയിലായി ഈ ഹെബ്രോൻ. ആ ഹെബ്രോൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈവേയുടെ സൈഡിലാണ്. എവിടുന്ന്? മെസപ്പൊത്തോമിയയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഈ കച്ചവടക്കാർ പോകുന്ന ഒരു ഹൈവേ ഉണ്ട്. ആ ഹൈവേയുടെ സൈഡിലായി ഹെബ്രോൻ, മമ്രയുടെ തോപ്പ്.
അബ്രഹാം പോയി തന്റെ കൂടാരം അടിച്ച സ്ഥലമാ ഹെബ്രോൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അവരവിടെ എന്തിനാണ് കൂടാരം അടിച്ചത്? ആ കൂടാരത്തിലാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ തുടങ്ങിയത്. ആ കൂടാരത്തിലാണ് ദൈവം പ്രത്യക്ഷനാകാൻ തുടങ്ങിയത്. ആ അബ്രഹാമിന്റെ സാറയുടെ കൂടാരത്തിൽ അനേകർ വന്ന് ഭക്ഷണം പാനം ചെയ്ത് അവർ തൃപ്തരായിട്ട് മടങ്ങിപ്പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ കൂടാരത്തെ സംബന്ധിച്ച് വളരെയധികം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആ കൂടാരത്തിലാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം തന്നെ ഉത്ഭവിക്കാൻ കാരണമായിട്ട് തീരുന്നത്. ആ കൂടാരത്തിലാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തത്തിന്റെ വെളിപ്പാടുകൾ അതിന്റെ ഒരു ഭാഗം ഉളവായി വരുന്നത് എന്ന് പറയാൻ ഇസഹാക്കിന്റെ ജനനത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പോൾ അവരവിടെ കൂടാരം അടിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ പോലെ പോകുന്നിടത്തെല്ലാം ഹോട്ടലും കാഫറ്റേറിയയും പിന്നെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നും വന്നില്ല. വലിയ ഹൈവേ, ഈ മരുഭൂമിയിലുള്ള ഹൈവേ ആണെന്ന് ഓർക്കണം. കച്ചവടക്കാർ പോകും, ദിവസങ്ങൾ യാത്ര ചെയ്ത് മൃഗങ്ങളുടെ മേലൊക്കെ യാത്ര ചെയ്താണ് ഇവർ കടന്നു വരുന്നത്. കടന്നു വരുമ്പോൾ പകുതി വഴിയാകുമ്പോൾ വെള്ളം തീർന്നു പോകും. ഇവർക്ക് കയറി അല്പം വെള്ളം കുടിക്കാനായിട്ട് ഒന്നും കാണത്തില്ല. നീരുറവ കാണും, ഒയാസിസ് ദൂരേന്ന് കാണും, ചെല്ലുമ്പോൾ അവിടെ വെള്ളം കാണത്തില്ല. എന്നാൽ ഇവരിവിടെ കൂടാരം ഉണ്ടായിരുന്ന ഒരു കാരണം മറ്റൊന്നുമല്ല, അതിലെ പോകുന്ന ക്ഷീണിച്ച് തളർന്നു വരുന്ന വഴിപോക്കന് ഒരു തണലായിട്ടിരിക്കേണ്ടതിന്, ആ വഴിപോക്കന് ഒരു ദാഹജലം പകർന്നു കൊടുക്കേണ്ടതിന്, ആ വഴിപോക്കന്റെ വിശപ്പൊന്ന് മാറ്റേണ്ടതിന് അബ്രഹാമും സാറയും തിരഞ്ഞെടുത്തു നമ്മുടെ മിഷൻ ഫീൽഡ് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ അവര് താമസം ആരംഭിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു സാറയുടെ ഹോസ്പിറ്റാലിറ്റി വളരെ അവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് കാണാം. 18:16 അതെ, അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്ന് നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക. 3 ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ ഒരിടങ്ങഴി എന്റെ അറിവനുസരിച്ച് 4 ഗ്ലാസ്, 3 ഇടങ്ങഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 4 12 ഗ്ലാസ്, 12 ഗ്ലാസ് മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കാൻ ചെറിയ കാര്യമാണോ? നോക്കണം. അപ്പോൾ ഇവര് ഹോസ്പിറ്റാലിറ്റി, അവർ വളരെ ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ സാറെ അതിനോട് ചേർന്ന് നിന്ന് സാറെ സംബന്ധിച്ച് അതെ വിളമ്പാനും വിറക്കാനും കൊടുക്കാനും ഒക്കെ വളരെ താല്പര്യമുള്ളൊരു ആളായിരുന്നു സാറ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ പിതാക്കന്മാര്, മാതാക്കന്മാരെ കൂടാതെ ഒരു പിതാക്കന്മാർ അവിടെ ഇല്ല. പാട്രിയാക്സ് were incomplete without matriarchs. ഈ അബ്രഹാം സാറെ കൂടാതെ, സാറ ഇല്ലെങ്കിൽ അബ്രഹാം ഒരിക്കലും പൂർണ്ണനല്ല. പിന്നെ യാക്കോബിന്റെ ഭാര്യമാര് റാഹേലും ലേയും ഇല്ലെങ്കിൽ യാക്കോബ് ഒരിക്കലും പൂർണ്ണനല്ല. റബേക്ക ഇല്ലെങ്കിൽ ഇസഹാക്ക് ഇല്ല. സാറയില്ലാതെ അബ്രഹാം ഇല്ല എന്നതുപോലെയാണ് ദൈവം ഇവരെ ആക്കി വെച്ചിരുന്നത്. ഇതൊക്കെയായിരുന്നു സാറയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ. നമുക്ക് കടന്നു വരെ 23-ാമത്തെ അധ്യായത്തിന്റെ 21 നമ്മൾ 1-ാം വാക്യം നമ്മൾ വായിച്ചു ഇല്ലേ? സാറയുടെ ആയുഷ്കാലം 127 വയസ്സായിരുന്നു. അവിടെ നമ്മള് ഒറിജിനൽ ഹീബ്രുവിൽ നമ്മൾ പോയി വായിച്ചാല് അവിടെ എഴുതിയിരിക്കുന്നത് ദീസ് were the years of Sarah, 100 year, 20 year and 7 year. കൂട്ടിയാല് 100, 27 എത്ര? 127. ഹീബ്രു ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ദീസ് were the years of Sarah, 100 year, 20 year and 7 year. നമ്മുടെ മലയാളം ബൈബിളിലും ഇംഗ്ലീഷിലും എല്ലാം തന്നെ പിന്നെ 127 എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ 127 എന്ന് തിരിച്ച് എഴുതാനുള്ള കാരണം എന്താണെന്ന് അന്നത്തെ ദൈവദാസന്മാര്, സേജസ്, അതെ എബ്രായ നബികള് അവര് കുത്തിയിരുന്ന് അവര് ആലോചിച്ചു. അവര് പിന്നെ ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ പ്രാപിക്കാനും ദൈവ ശബ്ദം കേട്ട് എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായത്, സാറയുടെ ജീവിതം എടുത്തിട്ട് ഈ 127 എന്നുള്ളത് അവർക്ക് അവിടെ നിന്നൊരു ഡെഫിനിഷൻ അവർക്ക് കിട്ടാനിടയായി തീർന്നു. അത് വളരെ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഒരാളുടെ ജീവിതത്തില് നമ്മളൊക്കെയും ഒരു 127 വയസ്സ് വരെ നമ്മൾ ജീവിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ 127 വയസ്സ് വരെ ജീവിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു 7 വർഷക്കാലം, നമ്മുടെ ബാല്യകാലം, നമ്മൾ കളിച്ചു നടന്ന കാലം, അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുണ്ടാക്കി നടന്ന നമ്മുടെ നിഷ്കളങ്കമായ ഒരു കാലം, നിർമ്മലമായ ഒരു ഹൃദയം ഉണ്ടായിരുന്ന ഒരു കാലം, ഒരു കാപട്യം അറിയാത്തൊരു കാലം, ആ ആദ്യത്തെ 7 വർഷം. അതിനുശേഷം 20-ാമത്തെ വയസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മുതിർന്നു. നമുക്കിപ്പോ കാര്യങ്ങളൊക്കെ കുറച്ച് ഗ്രഹിക്കാൻ അറിയാം, ഒരു
ഒരു പക്ഷേ അപ്പനേക്കാളും അമ്മയെക്കാളും പലരെക്കാളും ഒക്കെ ചിലതൊക്കെ അറിവുകൾ കൂടുതൽ നമ്മൾ നേടിയിട്ടുണ്ട്. അവരൊക്കെ ഔട്ട്ഡേറ്റഡ് എന്നുള്ളൊരു ഭാവം മനസ്സിൽ കടന്നു വരുന്ന ഒരു പ്രായം 20-ാമത്തെ വയസ്സ്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പകാലത്തെ ഇന്നസെൻസും ആ നിർമ്മലതയും ആ ഓപ്പൺ ഹാർട്ടഡ്നെസ്സും, അത് നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, ഇത് പറയരുത് കേട്ടോ, അവര് വരുമ്പം നീ ഇതൊന്നും വിളിച്ചു പറയരുത് കേട്ടോ. കാര്യം എന്താ? ആ കുഞ്ഞിനറിയില്ല, ആ കുഞ്ഞിന്റെ ഹൃദയം നിർമ്മലമാ, അതുകൊണ്ട് ആ കുഞ്ഞത് വിളിച്ചു പറയുന്നത്. പക്ഷെങ്കിൽ നമുക്കതിന്റെ വരും വരാഴികളോ ഏത് പറയണം പറയണ്ടെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ എംഫസിസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഇന്നസെൻസി. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ 7 വയസ്സിലുണ്ടായിരുന്ന ആ ഇന്നസെൻസി, ആ നിർമ്മലത, ആ പ്യൂരിറ്റി ഒക്കെ വിട്ടു. അതൊക്കെ അങ്ങോട്ട് മാറി ഇരുന്നിട്ട് ഇനി അതൊന്നും വേണ്ട. 20-ാമത്തെ വയസ്സ് വന്നപ്പോഴത്തേന് ഞാൻ വേറൊരാളായിട്ട് മാറി, എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, ഞാൻ മച്ചുവേർഡായി, എനിക്ക് ഇനിയെല്ലാം ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു ഭാവം. അതെ 20-ാമത്തെ വയസ്സിൽ. 100-ാമത്തെ വയസ്സിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അടുത്തൊരു ഭാവമായി തീരും. എന്താണ്? ഈ 7-ാമത്തെ വയസ്സിന്റെ നിർമ്മലതയും 20-ാമത്തെ വയസ്സിലുണ്ടായിരുന്ന ഉത്സാഹം. 20-ാമത്തെ വയസ്സ് പറഞ്ഞാൽ നല്ല യൗവനമല്ലേ? ആ ഉത്സാഹവും ആ തിടുക്കവും, ഒരു കാര്യം ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹവും, ഒരു കാര്യം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ സാധിച്ചെടുക്കുവാനുള്ള താല്പര്യവും അതൊക്കെ പോയി. അതെല്ലാം വിട്ടുകളഞ്ഞു. ഇനി എനിക്ക് എന്നെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല. നിർമ്മലതയും ഇന്നസെൻസിയും അതും വിട്ടു. ഉത്സാഹമുണ്ടോ? അതുമില്ല. ഒരു കാര്യം നടത്തിയെടുക്കണമെന്ന് അതും ആഗ്രഹമില്ല. ഇനിയൊന്നുമില്ല. ആകെ എന്തോ 100 വയസ്സായി, ഇനി എന്തോ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുക, ഇനി അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹം. ഇതാണ് സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്. ഇങ്ങനെയല്ലേ? പക്ഷെ സാറയുടെ ജീവിതത്തിൽ അങ്ങനെയല്ലായിരുന്നു. ദെർ ഈസ് ആൻ അനദർ വേ. സാറയുടെ ജീവിതം അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ടാണ് സാറ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആയത്. അതുകൊണ്ടാണ് 100 വയസ്സ് 20 വയസ്സ് 7 വയസ്സെന്ന് അവിടെ സേജസ് അവിടെ എഴുതി വെക്കാനുള്ള കാരണം അതാ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 വയസ്സിലുണ്ടായിരുന്ന സാറയ്ക്കുണ്ടായിരുന്ന നിർമ്മലത, സാറയ്ക്കുണ്ടായിരുന്ന ഇന്നസെൻസി, ആ ഓപ്പൺനെസ്, പിന്നെ എന്താ പറയുന്ന ആ വിശുദ്ധി സാറ ഒട്ടും വിട്ടുകളഞ്ഞില്ല. 20-ാമത്തെ വയസ്സ് സാറ അതുകൂടെ കൂട്ടത്തിൽ കൂട്ടി. എനിക്കത് വേണ്ടെന്ന് പറഞ്ഞില്ല, അതും കൂടെ കൂട്ടത്തിൽ കൂട്ടി. 20-ാമത്തെ വയസ്സിൽ വന്നപ്പോഴത്തേക്കും നല്ല ഉത്സാഹം, കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി, അതെല്ലാം സാറയുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വന്നു. ക്യൂരിയോസിറ്റി, അതെല്ലാം സാറയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സാറ അപ്പം 7-ാമത്തെ വയസ്സിലുള്ളതും 20-ാമത്തെ വയസ്സിലുള്ളതും അതെല്ലാം കൂടെ അടുക്കി കൂട്ടി വെച്ചിട്ട് സാറ 100-ാമത്തെ വയസ്സിലേക്ക് കയറുന്നു. 100-ാമത്തെ വയസ്സിലേക്ക് കയറുമ്പോഴത്തേന് സാറയുടെ ജീവിതത്തിൽ നിർമ്മലതയുണ്ട്, ഇന്നസെൻസി ഉണ്ട്. ഒരു കൊച്ചു കുഞ്ഞിന്റെ ഹൃദയം പോലെ. അതെ, യേശു പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവീൻ, ഇങ്ങനെയുള്ളവരുടേതല്ലോ ദൈവരാജ്യം. അതെ, അവര് പറഞ്ഞ ഉടനെ വിശ്വസിക്കും. അപ്രകാരമുള്ളൊരു വിശ്വാസം 100-ാമത്തെ വയസ്സിലുണ്ട്. 20-ാമത്തെ വയസ്സിലുണ്ടായിരുന്ന ഉത്സാഹവും, അതെ എന്തും ചെയ്യുവാനുള്ള ഒരു തിടുക്കവും, അതെ എന്തിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുവാനും എന്തിനു വേണ്ടിയിട്ട് ആ ചിന്താശക്തി ഒക്കെ സാറയ്ക്ക് 100-ാമത്തെ വയസ്സിലും ഉണ്ടായിരുന്നു. സാറ അപ്പം 7-ാമത്തെ വയസ്സിലേതും 20-ാമത്തെ വയസ്സിലേതും എല്ലാം കൂടെ അടുക്കിക്കൂട്ടി 100-ാമത്തെ വയസ്സിലേക്ക് കൊണ്ടുപോയ ഒരു സാറ. അതുകൊണ്ടാണ് സാറയുടെ ജീവിതത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഷീ വാസ് 100 years old, ഷീ വാസ് 20 and she was 7 years old. 7-ാമത്തെ വയസ്സിലെ പ്യൂരിറ്റി, അതെ 7-ാമത്തെ വയസ്സിലുണ്ടായിരുന്ന ആ ലാളിത്യം, ആ മോഡസ്റ്റി, 20-ാമത്തെ വയസ്സിലുണ്ടായിരുന്ന ഇന്റലിജൻസ്, അവളുടെ ബുദ്ധി, ആ ബുദ്ധിയുടെ കൂർമ്മത, അതെ 100-ാമത്തെ വയസ്സിലുണ്ടായിരുന്ന അവളുടെ നീതിയായിട്ടുള്ളൊരു നടപ്പ്. 100-ാമത്തെ വയസ്സ് വരുമ്പോഴത്തേനും ഒരു പക്വതയാകും. ശരി, നല്ലത്, തെറ്റ് എല്ലാം മനസ്സിലായി നീതിയുടെ വഴിയിൽ നിൽക്കുവാൻ ഒരു മനുഷ്യൻ പ്രാപ്തിയാക്കി. ഇതെല്ലാം കൂടെ ഒത്തിണങ്ങിയതായിരുന്നു സാറയുടെ ജീവിതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ആയിരിക്കുന്നത്? അതുകൊണ്ടാണ് പിന്നെ 2 പത്രോസിൽ നമ്മൾ വായിക്കുന്നു, 2 പത്രോസ് 1:5-9 വരെ, അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും വി ആർ ആഡിങ്, അങ്ങനെയല്ലേ വായിക്കുന്നത്? ഓരോന്ന് ആഡ് ചെയ്യുക. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഞാനത് ഓരോ വാക്ക് ഞാൻ എന്നെ എക്സ്പോണ്ട് ചെയ്യുന്നില്ല. ഇന്ദ്രിയജയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ഇതൊക്കെയും ആഗ്രഹിക്കുന്നു. ദൈവം ഇതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സാറ മരിച്ചു, അടക്കപ്പെട്ടു എന്ന് നമ്മൾ 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ? മരിച്ച് അടക്കപ്പെട്ടു. സാറ അടക്കപ്പെടുന്നത് എവിടെയാണ്? അവിടെ വായിക്കുന്നുണ്ട്, ഹെബ്രോനിൽ, ഹെബ്രോനിലാണ് സാറ അടക്കുന്നത്.
ഇപ്പൊ സാറെ അടക്കുന്ന സ്ഥലത്തെ കുറിച്ച് അവിടെ പറയുമ്പോഴേ ഹെബ്രോൻ എന്നാണ് അവിടെ പറയുന്നത്. 23:1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ വെച്ച് സാറ മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ പറയുന്നത് എന്താണ്? അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അബ്രഹാം വിലപിച്ച് കരയുവാൻ വന്നു. 2 കാര്യം, അവൻ വിലപിച്ചു, കരഞ്ഞു. നമ്മൾ ഓരോ വാക്കുകൾ എടുത്തു പഠിക്കുമ്പോൾ തന്നെ ഹീബ്രു റൂട്ടിൽ പോകുമ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം വലുതാ. അവൻ വിലപിക്കുന്നതും കരയുന്നതും രണ്ടും രണ്ടാ. പഴയ നിയമകാലത്ത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 7 ദിവസം 1 മാസം ആ വ്യക്തിയെ കുറിച്ച് വിലപിക്കും. വിലപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാർത്ത് കടന്ന് അടിച്ച് അതല്ല വിലാപം. അവരെഴുന്നേറ്റ് ഈ വ്യക്തി ഉണ്ടായിരുന്നപ്പോൾ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് പ്രശംസിക്കും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ അറിയാം, അവിടെ ഒരു ബാലിക മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ജീവിച്ചിരുന്നപ്പോൾ അവൾ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് അവര് അതിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതിനെ കുറിച്ച് നമുക്കറിയാം. എന്നതുപോലെ അബ്രഹാം വിലപിച്ചു, അതിനുശേഷം കരഞ്ഞു. അബ്രഹാം ഭാര്യ മരിച്ചപ്പോൾ അബ്രഹാം ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവളുടെ നല്ല ഗുണങ്ങളെ കുറിച്ച് ഏറ്റേറ്റു പറയുകയാണ്. വിലപിച്ചു കരവാൻ വന്നു. 23:2 വാക്യത്തില്. പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റു. നോക്കണം, മരിച്ചവളുടെ അടുക്കൽ ഇരുന്നിട്ട് അബ്രഹാമിന് സാറയെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുവാനായിട്ടുണ്ട്. അവളെ കുറിച്ചുള്ള എല്ലാം പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് പോയി. പിന്നാണ് അടക്കത്തിനുള്ള കാര്യങ്ങൾ പോലും അബ്രഹാം അവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് സാറയെ കുറിച്ച് ഇത്ര വേണ്ടി അബ്രഹാമിന് പറയാനായിട്ടുള്ളത്? നമുക്ക് സദൃശവാക്യം 31-ാമത്തെ അധ്യായം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം എനിക്ക് സാറെ അബ്രഹാമിനെ അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും വിലയേറിയത്. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, അവളെ ഫറവോന്റെ കൊട്ടാരത്തിൽ കയറിപ്പോയപ്പോഴും ഗേരാർ രാജാവിന്റെ അടുക്കൽ അവൾ കയറിപ്പോയപ്പോഴും അവളുടെ ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിച്ചു. അതുകൊണ്ട് അവന്റെ ലാഭത്തിന് ഒരു കുറവും ഉണ്ടായില്ല. കാരണം എന്താ? സാമർഥ്യമുള്ള ഒരു ഭാര്യ ഉണ്ടായിരുന്നത് കൊണ്ട്. അവൾ തന്റെ ആയുഷ്കാലമൊക്കെ അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. തിന്മയല്ല, അബ്രഹാമിനോട് അവൾ തിന്മ ചെയ്തില്ല, നന്മ തന്നെ ചെയ്യുന്നു. അവളെ കുറിച്ച് പിന്നെ പ്രോവേഴ്സിൽ പറയുന്നുണ്ട്, അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈവേല ചെയ്യുന്നു. അവൾ വേല ചെയ്യുന്നവളായിരുന്നു. ദൂരത്തുനിന്ന് അവൾ ആഹാരം കൊണ്ടുവരുന്നു. അവൾ രാവിലെ എഴുന്നേൽക്കുന്നു. വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാർത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. പ്രോവേഴ്സ് 31 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇതൊക്കെ സാറയുടെ ജീവിതമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. 17-ാം വാക്യത്തിൽ അവൾ ബലം കൊണ്ട് അരമുറുക്കുന്നു. അവളുടെ ശൂന്യതകളുടെ നടുവിലും അവൾക്കൊരു കുഞ്ഞ് ജനിക്കാത്തപ്പോഴും അവളുടെ ഗർഭപാത്രം ദ്രവത്വമായിട്ടും ജീർണിച്ചിട്ടും അവളുടെ ഭർത്താവിന് പ്രായാധിക്യം നിമിത്തം ഒരു തലമുറ ഉണ്ടാകുവാനുള്ള കരുത്തില്ലാതിരുന്നപ്പോഴും സാറ ബലം കൊണ്ട് അരമുറുക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പലപ്പോഴും അതെ, സംശയിച്ചു എങ്കിലും അവൾ ഭാഗഭാക്കായിട്ട് തീർന്നല്ലോ അബ്രഹാമിനോട് ചേർന്ന്. അവൾ ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. വീണ്ടും വായിക്കുന്നു 20-ാമത്തെ വാക്യത്തിൽ, അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് അവൾ കൈ നീട്ടുന്നു. അവളുടെ കൂടാരം പലർക്കും കടന്നു വന്ന് അത് ആശ്വാസം പ്രാപിക്കുവാൻ തുറന്നിട്ടിരുന്നു. അവൾ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നു. 23-ാം വാക്യം 31-ാമത്തെ അധ്യായത്തിന്റെ 23-ാം വാക്യം, ദേശത്തിലെ മൂപ്പന്മാരോട് കൂടി ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകുന്നു. അബ്രഹാം പ്രസിദ്ധനാകാൻ, അബ്രഹാമിനെ മറ്റുള്ളവർ ബഹുമാനിക്കുവാൻ, അബ്രഹാമിനെ പിതാവെന്ന് വിളിക്കപ്പെടുവാൻ, അബ്രഹാം ഇത്രത്തോളം നല്ലൊരു സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ അതിന്റെ പിൻപിലുണ്ടായിരുന്ന ഒരു സ്ത്രീരത്നമാണ് സാറ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അത് ഇതിനോട് ചേർത്ത് ഞാൻ പറയാം. ഒരു മുതലകൾ കൂടിക്കിടന്ന ഒരു കുളത്തിലോട്ട് നിന്നേച്ച് അതിന്റെ ഉടയവൻ പറഞ്ഞു, അതിന്റെ നടുക്കൊരു ബോട്ടിൽ കുറെ ആൾക്കാർ പോവുക, ഇതിനകത്തൂടെ നീന്തി ജീവനോടെ പുറത്തു വരാൻ കഴിയുന്നവന് ഞാൻ ഒരു സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരുത്തൻ ഈ ബോട്ടിൽ നിന്ന് ചാടി ഒരു തരത്തിൽ ജീവൻ രക്ഷപ്പെട്ട് മുതലയുടെ വായിന്ന് രക്ഷപ്പെട്ട് വന്നു. എന്നിട്ട് അവര് ഭാര്യയുടെ അടുത്ത് ചെന്ന് ഒരു ഹോട്ടലിൽ ചെന്നപ്പം പറഞ്ഞു, അയ്യോ ആ ഒരു നീന്തല് ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു, എങ്ങനെ ഞാൻ ചാടിയെന്ന് അറിയത്തില്ല. ഇതിന്റെ പുറകിലുള്ള ഗുണപാഠമേ നിങ്ങൾ നോക്കാവുള്ളൂ കേട്ടോ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഭാര്യ പറഞ്ഞു, അയാൾ പറയുക എങ്ങനെ ചാടിയെന്ന് അറിയത്തില്ല, എനിക്ക് എങ്ങനെ ഒരു ധൈര്യം വന്നെന്ന് അറിയത്തില്ല. അവര് പറഞ്ഞു, നിങ്ങൾ ചാടിയതല്ല, ഞാൻ പുറകിൽ നിന്ന് ഉന്തിയതാണെന്ന്. അവരുന്തിയിട്ടാണ് അയാൾ ചാടിയത് എന്ന് പറഞ്ഞു. തന്നതിന്റെ അർത്ഥം
ഒരു ഒരു മനുഷ്യന്റെ സക്സസിന്റെ പിൻപില് ഒരു സ്ത്രീ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഗുണപാഠം മാത്രം. ഈ കഥയൊന്നും നിങ്ങൾ വേദപുസ്തകത്തിലുള്ളൊന്നും അല്ല കേട്ടോ, ഞാനത് നേരത്തെ പറയാം. സാറയെ കുറിച്ച് പറയുന്നു, ദേശത്തിലെ മൂപ്പന്മാരോട് കൂടി ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകുന്നു. സാറയെ അടയ്ക്കത് ഹെബ്രോനില്ല. ഹെബ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹെബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫ്രണ്ട് എന്നാ. ഹെബർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്ന അതിന്റെ അർത്ഥം. ഹെബ്രോനിൽ സാറയെ അടക്കി. ആ സ്ഥലത്തിന് ധാരാളം പേരുണ്ട്. കിര്യത്തർബ, ഹെബ്രോന്, മമ്രെ, എസ്കോൾ, ഇതെല്ലാം ഒരേ സ്ഥലത്തിന്റെ പേര്. പക്ഷെ സാറയുടെ ഫ്യൂണറലിനോട് ചേർത്ത് അവിടെ പറയുന്നത് ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ വെച്ച് സാറ മരിച്ചു. കിര്യത്ത് അർബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിറ്റി ഓഫ് 4 എന്ന് അതിന്റെ അർത്ഥം. അർബ എന്ന് പറഞ്ഞാൽ 4. നാല് കുടുംബങ്ങളെ അടക്കിയ സ്ഥലമാണ് അതെ. അബ്രഹാം, സാറ, ഇസഹാക്ക്, റബേക്ക, യാക്കോബ്, ലേയ, റാഹേലിനെ ബേത്ലഹേമിൽ അടക്കിയത്. ഇവരെ ഈ 3 കുടുംബങ്ങളെ അടക്കിയ സ്ഥലമാ ഈ ഹെബ്രോൻ എന്ന് പറഞ്ഞാൽ. പിന്നെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കുടുംബം ഉണ്ടത് എബ്രായ ഡോക്യുമെന്റിൽ പറയുന്നു ആദമിനെ അവയെ അവിടെ തന്നെ അടക്കിയെന്ന്. അതുകൊണ്ട് ആ സിറ്റിക്ക് കിര്യത്ത് അർബ എന്ന് പേര് വരാൻ കാരണം. പറഞ്ഞു വന്നത് ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിലാണ് സാറയെ അടക്കിയത്. ഹെബ്രോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഹെബർ, ഫ്രണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം സാറയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉറ്റ സഖി വന്ന് ഫേസ് ടു ഫേസ്, ഫ്രണ്ട് എന്ന് പറയുമ്പോൾ 2 മുഖം അടുത്തിരിക്കുന്ന ഒരു അനുഭവം. ദൈവം എങ്ങനെയാ മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തത്? അവന്റെ മൂക്കിൽ ശ്വാസം ഊതി. ദൂരെ നിന്നെന്താ പമ്പ് വെച്ചിട്ട് മൂക്കിലോട്ട് ശ്വാസം ഊതുമായിരുന്നു? അല്ല, അവന്റെ മൂക്കിൽ ശ്വാസം ഊതണമെങ്കിൽ, ഒരു മനുഷ്യന്റെ മൂക്കിൽ ശ്വാസം ഊതണമെന്നുണ്ടെങ്കിൽ ചുണ്ടോടെ അടുക്കണം, മൂക്കോടെ അടുക്കണം. അത് ഇറ്റ് വാസ് എ റിയൽ കിസ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതെ ഒരു ചുംബനം തന്നാ നമ്മളെ സൃഷ്ടിച്ചത്. ഒരു ചുംബനം തന്നാ നമ്മൾ ജീവശ്വാസം ഊതിയത്. അങ്ങനെയാണെങ്കിൽ ഹെബർ, അതാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല്. സാറയുടെ ജീവൻ എടുക്കുമ്പോഴും യഹൂദന്മാർ വിശ്വസിക്കുന്നു നമ്മുടെ ജീവൻ പോകുമ്പോഴും അതെ നമ്മളിലേക്ക് ജീവശ്വാസം ഊതുവാൻ അവന്റെ ചുണ്ടോട്, മൂക്കോട്, മുഖത്തോട് അടുത്ത് കൊണ്ടുവന്ന് നമ്മളിലേക്ക് ജീവശ്വാസം ഊതിയ അതേ പോസ്റ്ററില് അതേ രീതിയിൽ വന്നാണ് ആ ശ്വാസത്തെ തിരിച്ചെടുക്കുന്നത്. സാറയുടെ ജീവിതത്തിൽ അതായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ടാണ് സാറെ ഹെബ്രോനിൽ അടക്കി എന്ന് പറയുന്ന ഒരു കാര്യം. സാറയുടെ കൂടാരത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാറയുടെ കൂടാരത്തെ സംബന്ധിച്ച് എബ്രായ ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നത്, അവളുടെ കൂടാരത്തിന്റെ മുകളിൽ എപ്പോഴും ഒരു ഷെക്കേന ഗ്ലോറി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതെ, സമാഗമന കൂടാരത്തിന്റെ മുകളില് അവിടെ തേജസ് ഇറങ്ങുന്നത് പോലെ സാറയുടെ കൂടാരത്തിന്റെ മുകളിലുണ്ടായിരുന്നു. സാറയുടെ ഭവനത്തിനകത്ത് അതെ പിന്നെ അവളുടെ വിളക്കൊരിക്കലും കെട്ടുപോയിരുന്നില്ല. ഒരു ശബത്ത് തൊട്ട് മറ്റേ ശബത്ത് വരെ വിളക്ക് അങ്ങനെ തെളിഞ്ഞു നിന്നിരുന്നു. ആ വിളക്കിലെ എണ്ണ തീർന്നു പോയിരുന്നില്ല. മറ്റൊന്ന്, സാറയുടെ കൂടാരത്തിനകത്തെ അപ്പക്കൊട്ടകൾ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അവളുടെ വട്ടിയും കൊട്ടയും അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അവൾ 3 ഇടങ്ങഴി കൊണ്ടുണ്ടാക്കിയാൽ തിരിച്ചു ചെല്ലുന്ന ഉടനെ 5 ഇടങ്ങഴി കാണും അവിടെ അടുക്കളയില്. അങ്ങനെ ഈ 3 തരത്തിലെ അനുഗ്രഹം സാറയുടെ കൂടാരത്തിനുണ്ടായിരുന്നു. 1 ഷെക്കേന ഗ്ലോറി, 2 അവളുടെ ഭവനത്തിലെ വിളക്കൊരിക്കലും കെട്ടുപോയില്ല. അവളുടെ അപ്പക്കൊട്ട എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അബ്രഹാം മോറിയ പർവ്വതത്തില് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ ദൂരെ നിന്ന് 22-ാമത്തെ അധ്യായമാണല്ലോ അത്. വരുമ്പോൾ ബത്ശേബ വഴിയാണ് അബ്രഹാം വരുന്നത്. അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, അവർ ബത്ശേബയിൽ പോന്നു. അബ്രഹാം ബത്ശേബയിൽ പാർത്തു. പാർത്തപ്പോൾ എവിടെ? സാറ എവിടെ? ഹെബ്രോനില്ല. ബത്ശേബയിൽ വന്ന വഴിക്ക് പുള്ളി ഇടയ്ക്കൊന്ന് അവിടെ പാർത്തു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ദൂരേന്ന് വരുമ്പോഴേ ഇങ്ങനെ നമുക്കറിയാം, ദൂരേന്ന് വരുമ്പോ നോക്കുമ്പോഴേ സാറയുടെ കൂടാരത്തിന്റെ മേലെ ഷെക്കേന ഗ്ലോറി കാണുന്നില്ല. സാറയുടെ വീടിനകത്തേക്ക് നോക്കുമ്പോൾ അതെ വിളക്കും വെളിച്ചവും കാണുന്നില്ല. ഇതൊക്കെയും കാണാതെ വരുമ്പോൾ അബ്രഹാമിന് മനസ്സിലാകുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ട്. കടന്നു വരുമ്പോൾ മനസ്സിലായി അവിടെ ഹെബ്രോനിലുള്ള ജനമെല്ലാം വലിയൊരു ഫ്യൂണറലിനുള്ള സംവിധാനമെല്ലാം ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് 23-ാമത്തെ അധ്യായത്തില് ഇവിടെ അബ്രഹാം കടന്നു വരുന്നത്. ഇതായിരുന്നു സാറയുടെ കൂടാരം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു സാറയുടെ മരണത്തോടുകൂടി ഇതെല്ലാം
സാറയുടെ കൂടാരത്തിൽ നിന്ന് വിട്ടുപോയി. എന്നാല് നമുക്ക് കാണാം അത് അടുത്ത ജനറേഷനിലേക്ക് 24-ാമത്തെ അധ്യായത്തിൽ ഇസഹാക്ക് വിവാഹം കഴിച്ചിട്ട് 24:67 പറയുന്നു, ഇസഹാക്ക് വിവാഹം കഴിച്ചിട്ട് റബേക്കയെ പരിഗ്രഹിച്ചു, അവൻ ഭാര്യയായിട്ട് തീർന്നു. എന്നിട്ട് അവളിൽ സ്നേഹമായി എന്ത് ചെയ്തു? ഇസഹാക്ക് റബേക്ക എന്താ ചെയ്തത്? 67-ാമത്തെ വാക്യത്തിൽ ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തില് ഷെക്കേന ഗ്ലോറി പോയി, വീട്ടിലെ വിളക്ക് പോയി. സാറ പോയതോടുകൂടി വീട്ടിലെ വിളക്ക് പോയി. അതിനുശേഷം അവിടെ അപ്പക്കൊട്ടയിൽ അവിടെ അപ്പം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു ഒഴിഞ്ഞ ശൂന്യതയിലേക്ക് ഇസഹാക്ക് തന്റെ ഭാര്യയെ റബേക്ക കൂട്ടിക്കൊണ്ട് സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ പറയുന്നു, ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. ഹി വാസ് കംഫർട്ടഡ് എന്ന് പറഞ്ഞാല് ആ ഷെക്കേന ഗ്ലോറി മടങ്ങി വരുന്നു. ആ വിളക്ക് വീണ്ടും തെളിയുന്നു. അപ്പക്കൊട്ടയിൽ വീണ്ടും അപ്പം നിറയുന്നു. അതെ, അടുത്തൊരു തലമുറയ്ക്കും സാറയുടെ കൂടാരം അനുഗ്രഹമായി തീർന്നു. അടുത്തൊരു തലമുറയ്ക്കും സാറയുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരുന്നു. നമ്മളെ തേജസ്സോടെ നിർത്തേണ്ടതിന് എഫെസർ 2:27 ഇങ്ങനെയാ വായിക്കുന്നത്, കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായി യേശുക്രിസ്തു. നമ്മളെ ഈ സാറയുടെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയിട്ട് കാൽവരി ക്രൂശിൽ പരിച്ഛേദന ഏറ്റവനെ, അവനെ നമുക്ക് നോക്കിയാൽ കറയും വാട്ടവും മാലിന്യം ചുളുക്കവുമില്ലാതെ നിർത്താൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. എബ്രായർ 11:11 വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഈ ദിവ്യ സ്വഭാവത്തിന് നമുക്കും കൂട്ടാളികളായിട്ട് തീരാം. വിശ്വാസത്തോട് വീര്യം കൂട്ടാം, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടാം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം. ഒന്നിനെയും വിട്ടുകളയരുത്. ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കണം എന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ ഒന്നിനോടൊന്ന് കൂട്ടിക്കൂട്ടി നമുക്ക് സകലത്തിലും തികഞ്ഞവരായിട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നിഷ്ഫലന്മാരായിട്ട് തീരത്തില്ല. നമ്മൾ ഒരിക്കലും ഫലമില്ലാത്തവരായിട്ട് തീരത്തില്ല. സാറേ പോലെ ഫലമുള്ളതായിട്ട് തീരാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.